വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം കോഴിക്കോട് മണ്ഡലങ്ങളുടെ ഒരു സാധ്യതകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പറയത്തക്ക ചർച്ചയൊന്നും വേണ്ടാത്ത ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുമോ തോക്കുമോ എന്നുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല. മുസ്ലിം ലീഗ് ജയിക്കും. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി ജയിക്കും. അതല്ല സമദാനി മത്സരിച്ചാൽ സമദാനി ജയിക്കും. ടി മുഹമ്മദ് ബഷീർ മത്സരിച്ചാൽ മുഹമ്മദ് ബഷീർ ജയിക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ മത്സരിച്ചാൽ ജയശങ്കർ പോലും ജയിക്കും. അവിടെ ഒരു ചിഹ്നം കോണിയായിരിക്കണം എന്ന് മാത്രം. അത്രയും ഉറച്ച ലീഗിൻ്റെ ഒരു കോട്ടയാണ് മലപ്പുറം. ഞാൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് പറഞ്ഞത് മത്സരിക്കാൻ വേണ്ടിയിട്ടോ സീറ്റ് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടോ പാർലമെൻറ്റ് അംഗമാകാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇവിടെ വെറുക്കപ്പെട്ടവനായി ഞാൻ മത്സരിച്ചാൽ പോലും ജയിക്കും. അത്രയും ശക്തമാണ് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. ഇനി അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ നെഞ്ചത്തേക്ക് കുതിരകയറാൻ വരണ്ട, പറഞ്ഞു എന്ന് മാത്രം. അവിടെ കുഞ്ഞാലിക്കുട്ടിയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു വചനമുണ്ട്, അത് ഓർമ്മിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് സാനു എന്ന് പറഞ്ഞ ഒരു SFIക്കാരനാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സാനു മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സാനുവിന് കല്യാണം ആലോചിക്കുമ്പോൾ പറയാം, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മത്സരിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്ന്. അതിന് ശേഷമാണ് സാനു കല്യാണം കഴിച്ചത്. പക്ഷേ സാനുവിനെ നന്നായിട്ട് അറിയുന്ന ഒരു SFI സഖി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വധു എന്നുള്ളതുകൊണ്ട് ആ രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും ഇത് തുല്യ നിലയിൽ ബാധകമാണ്. അവിടെ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു എന്ന ഒരു മേന്മ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയും. അതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും ഒരു കാരണവശാലും മലപ്പുറത്ത് സംഭവിക്കുകയില്ല. മലപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും? അത് 2 ലക്ഷമായിരിക്കും, 2.5 ലക്ഷമായിരിക്കും, 3 ലക്ഷമായിരിക്കും, 4 ലക്ഷമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംവാദത്തിന് പ്രസക്റ്റീവ്. മുസ്ലിം ലീഗിന് അത്രയും പ്രാമുഖ്യമുള്ള പ്രദേശമാണ് മലപ്പുറം കൊണ്ടോട്ടി, അങ്ങനെ പിന്നെ വേങ്ങര, ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളാണ്. പിന്നെ കുറച്ചെങ്കിലും ലീഗുകാർ കുറവുള്ളത് മങ്കട പെരിന്തൽമണ്ണ പ്രദേശത്താണ്. അവിടെ പോലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ലീഗിന് വലിയ മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത വളരെ 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 വിദൂരമാണ്, യാതൊരു സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ, അവിടെ LDF BJP ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തും, മത്സരിക്കാൻ വേണ്ടി മത്സരിക്കും എന്നുള്ളതിനപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി സമദാനിയായിരിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് ബഷീർ ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ ആ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയുകയും ചെയ്യാം. ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. രണ്ടാമത്തെ സംശയം, മലപ്പുറത്തായിരിക്കും UDF സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം അതോ വയനാട്ടിലായിരിക്കും എന്ന കാര്യത്തിലാണ്. കഴിഞ്ഞ തവണ മലപ്പുറത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷം വയനാട്ടിലായിരുന്നു. ഇത്തവണ അത് തന്നെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമദാനി മത്സരിച്ചു, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യം കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെയായിരുന്നു ഈ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികം ഫോക്കസ് ചെയ്യപ്പെട്ടില്ല. പിന്നെ മലപ്പുറത്ത് ആര് ജയിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമല്ല. ലീഗിൻ്റെ X ജയിക്കും അല്ലെങ്കിൽ Y ജയിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. പിന്നെ കഴിഞ്ഞ തവണ ഒരു ചെറിയ പുതുമയുണ്ടായത്, SDPI എന്ന് പറഞ്ഞ മഹാരാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖില ലോക പ്രസിഡന്റ് മലപ്പുറത്തു നിന്ന് മത്സരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മലയാളം അറിയില്ല, ഇവർക്ക് ഉറുദുവും അറിയില്ല. ഏതായാലും അദ്ദേഹം മത്സരിച്ചു. ഇവിടെ കുറേ തീവ്രവാദികളൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ചു. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ജാമ്യസംഖ്യ പതിവ് പോലെ ഖജനാവിലേക്ക് മുതൽ കൂട്ടി എന്ന് മാത്രമേ ഉണ്ടായൂ. അപ്പോൾ SDPI മത്സരിച്ചാലും ശരിയാണ്, മത്സരിച്ചില്ലെങ്കിലും ശരിയാണ്. ഇനി കോൺഗ്രസ്സുകാർ കാലുവാരിയാൽ പോലും അവിടെ ലീഗിന് തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ മലപ്പുറത്തോട് ഒപ്പം ചർച്ച ചെയ്യേണ്ട മണ്ഡലം വയനാടാണ്. പക്ഷേ വയനാടിനെക്കുറിച്ചും ഇത് തന്നെയാണ് പറയാനുള്ളത്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി ആര് തന്നെയാലും ജയിക്കും എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ എപ്പിസോഡ് വളരെ വിരസമായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് കോഴിക്കോടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് കോഴിക്കോട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ശക്തമായ ഉറപ്പുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോടാണ്. അത് ഈ മണ്ഡല പുനർവിഭജനത്തിന് ശേഷമുള്ള കാര്യം ഞാൻ പറയാം. പണ്ട് K മുരളീധരൻ അല്ലെങ്കിൽ KG അടിയോടി ഒക്കെ ജയിച്ചിരുന്ന കോഴിക്കോടല്ല. അന്ന് ഈ കോഴിക്കോടൻ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് 1, 2, പിന്നെ അതിനപ്പുറത്ത് കൊടുവള്ളി, ഈ പിന്നീട് അങ്ങോട്ട് കുന്നമംഗലം, കൊടുവള്ളി, അത് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി, മാനന്തവാടി അടക്കമുള്ള വയനാടൻ മണ്ഡലങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് സാമാന്യം ശക്തിയുള്ള ഒരു പ്രദേശമാണ് കൽപ്പറ്റ, മാനന്തവാടി,
പിന്നെ താമരശ്ശേരി ഇരിക്കുന്ന പ്രദേശം, അതൊക്കെ ഇതിൽപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ആ പ്രദേശം കുടിയേറ്റ മേഖലയോട് ഉൾപ്പെട്ട ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലം. പക്ഷേ അവിടെ പോലും ഇമ്പിച്ച് ബാബ ജയിച്ചിട്ടുണ്ട്, വീരേന്ദ്രകുമാർ ജയിച്ചിട്ടുണ്ട്. LDFന് ജയിക്കാൻ പറ്റാത്ത മണ്ഡലമൊന്നും. പക്ഷേ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. K മുരളീധരനൊക്കെ മത്സരിച്ചിരുന്ന കാലത്ത്. പിന്നീട് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. അതിൽ കൊടുവള്ളി ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDFന് മേൽക്കോയ്മയുള്ളവയാണ്. കുന്നമംഗലവും ബേപ്പൂരും ഒക്കെ മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം വർദ്ധിച്ചു. വയനാട് പ്രത്യേകം വേറൊരു പാർലമെൻറ്റ് മണ്ഡലമായിട്ട് വന്നു. ആ ഒരു സാഹചര്യത്തിൽ LDFന് വലിയ ജയസാധ്യത ഉള്ള മണ്ഡലമായിട്ട് കരുതപ്പെടുകയല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ LDFന് വെന്നിക്കൂടി പാലിക്കാൻ പറ്റും. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന റിസൾട്ട് മറിച്ചാണ്. ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുണ്ടെന്ന് പറയുമ്പോഴും കോൺഗ്രസ്സാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ജയിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ MK രാഘവനാണ് ജയിച്ചത്. 2009 അവിടെ സഖാവ് മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അങ്ങനെയാണ് അബദ്ധം പറ്റിയത്. മുഹമ്മദ് റിയാസ് ഫാരിസ് അബൂബക്കറിൻ്റെ നോമിനിയാണ് എന്നൊരു പ്രചരണം വ്യാപകമായിട്ട് നടന്നു. അതുകൊണ്ട് SFIക്കാരും DYFIക്കാരുമായ കുറേ ആളുകൾ ഈ ചെറുപ്പക്കാരനെതിരായിട്ട് പ്രവർത്തിക്കും, വോട്ട് പിടിക്കും, അവരുടെ വോട്ട് മാറ്റി ചെയ്യുകയും ചെയ്തു. ഇതാണ് ഒരു കാരണം. രണ്ടാമത് മുസ്ലിം ലീഗുകാർ MK രാഘവനോട് ശക്തമായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ആ ഇടതുമുന്നണിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ജനതാദൾ എസ്, നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി, അവരും MK രാഘവനോട് നന്നായി പ്രവർത്തിച്ചു. മൂന്നാമത്തെ ഘടകം, ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് വലിയ ശക്തമായ പിന്തുണ റിയാസിനെതിരായിട്ട് ഉണ്ടായി, അഥവാ രാഘവന് അനുകൂലമായിട്ട് ഭാവിച്ചു. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കോഴിക്കോട്ടെ നല്ലവരായ കോൺഗ്രസ്സുകാരെ ഏറെക്കുറെ എല്ലാവരും തന്നെ രാഘവനെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. അതേ കോഴിക്കോട്ടുകാരനല്ല, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയാണ്. അങ്ങനെ പയ്യന്നൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന രാഘവൻ, അദ്ദേഹം ചോദിച്ച സീറ്റ് വയനാടായിരുന്നു, പക്ഷേ കിട്ടിയ സീറ്റ് കോഴിക്കോടായിരുന്നു. കോഴിക്കോട്ട് വന്നു, അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പാർട്ടി ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വിജയരാഘവൻ. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. രാഘവൻ കൂടിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കഴിഞ്ഞ തവണ സകലവിധ വിദ്യകളും പയറ്റി നോക്കി. രാഘവനെതിരായിട്ട് വലിയ തോതിൽ കരിവാരി തേക്കൽ വരെ ഉണ്ടായി. പക്ഷേ എന്നിട്ടും രാഘവൻ കൂടിയ ഭൂരിപക്ഷത്തോടെ പിന്നെയും വിജയിച്ചു. എതിർ സ്ഥാനത്ത് പ്രദീപ് കുമാറായിരുന്നു. പ്രദീപ് കുമാറിനെ തോൽപ്പിച്ചു. രാഘവൻ പാർലമെൻറ്റിൽ ഹാട്രിക്ക് തികച്ചു. ഇത്തവണ രാഘവൻ തന്നെ എനിക്ക് സ്ഥാനാർത്ഥി നമ്മൾ വിചാരിക്കും. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പണ്ടും രാഘവന് ഇഷ്ടമല്ല, ഇപ്പോഴും രാഘവന് ഇഷ്ടമല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം. കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ പുള്ളി തോറ്റുപോയത്. പക്ഷേ അവരെല്ലാവരും പുള്ളിക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പുള്ളിയുടെ യശോധാവള്യത്തിന് പറയത്തക്ക മങ്ങലൊന്നും ഏറ്റിട്ടില്ല. ഇത്തവണ രാഘവേട്ടൻ എന്ന് പറയാം. തൃശ്ശൂർക്കാർ BS സുനിൽകുമാറിനെ സുനി എന്ന് വിളിക്കുന്ന പോലെ കോഴിക്കോട്ടുകാർ ഈ MK രാഘവൻ്റെ രാഘവേട്ടൻ എന്ന് പറയും. നമ്മുടെ രാഘവേട്ടൻ ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ രാഘവേട്ടനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതേസമയത്ത് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. BJPക്ക് സാമാന്യമായിട്ട് വോട്ടുള്ള പ്രദേശമാണ്. അവരും ശക്തരായ സ്ഥാനാർത്ഥി നിർത്തും. പക്ഷേ രാഘവേട്ടനെ തോൽപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം സഖാക്കൾക്കും അറിയാം, BJPക്കാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് ചെറിയ സംശയമുള്ളൂ. അപ്പോൾ ഇനി 2004 മറ്റും ഉണ്ടായ പോലെ വലിയ തരംഗം ഉണ്ടായാൽ മാത്രമേ അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുള്ളൂ. LDF ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ചിലപ്പോൾ DYFയിലോ SFയിലുള്ള ഏതെങ്കിലും വലിയ യുവ തുർക്കിയായിരിക്കും, അല്ലെങ്കിൽ മന്ത്രി റിയാസിൻ്റെ ഏതെങ്കിലും ആശ്രിതരായിരിക്കും. ആര് തന്നെയാണെങ്കിലും ജയസാധ്യത തുലവും കമ്മിയാണ്. കാരണം എതിർഭാഗത്ത് രാഘവേട്ടനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.